കർത്താവിൽ പ്രിയരെ, അല്പസമയം യേശുവിനൊപ്പം ചെലവഴിക്കാൻ താങ്കൾക്ക് സ്വാഗതം. പ്രാരംഭമായി നമുക്ക് ഒരുമിച്ച് കർത്തനെ ആരാധിക്കാൻ തക്കവണ്ണം മുമ്പ് നടന്ന ഒരു സഭായോഗത്തിലേക്ക് പോകാം. ചേർന്നു പാടി ആരാധിച്ചാലും. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അവൻ അടുക്കൽ വന്ന് നിന്നാൽ, ഞാൻ ചോദിക്കട്ടെ, അവനോട് പറയുവാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താ? ഹല്ലേലൂയ. കൈ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഹല്ലേലൂയ. കർത്താവേ, 1 കിലോ കൊച്ചുള്ളി, 2 കിലോ വെളുത്തുള്ളി, ഇങ്ങനെ പറയാനാണോ? ഹല്ലേലൂയ. അതാണ് ഏറ്റവും അത്യാവശ്യം. അവനെ ഒന്ന് കൈ കിട്ടിയാൽ, അടുത്തൊന്ന് നിൽക്കാൻ പറ്റിയാൽ എന്തോ പറയണം? ഹല്ലേലൂയ. ഞാൻ ആലോചിച്ച് പോവുകയാണ്, ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ കുറച്ച് നാൾ മുമ്പ് നടന്ന ഒരു സംഭവം ആലോചിച്ചു കേട്ടോ. ഒരു വിഷയം എൻ്റെ കൈ വന്നപ്പോൾ എനിക്ക് നേരെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. ആ വിഷയം പ്രശ്നകരമാകാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ നന്നായി കൈകാര്യം ചെയ്തുകൊണ്ടല്ല. ഹല്ലേലൂയ. വിഷയം എൻ്റെ കയ്യിൽ നിന്ന് പോയി, പാളി എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ദൈവസന്നിധി ചെന്നിരുന്ന ഹല്ലേലൂയ, കർത്താവേ സഹായിപ്പാൻ വേറെ ആരുമില്ല എന്ന് കരഞ്ഞപ്പോൾ തമ്പുരാൻ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ, ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കുവാനിടയായി. ഞാൻ എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ആലോചിച്ച് പോവുകയാണ്, നീ എന്നെ ഈ പണിയെ ഏൽപ്പിച്ചപ്പോൾ എല്ലാ കാര്യവും നന്നായി ചെയ്തെന്നൊന്നും പറയാനൊക്കത്തില്ല. ഒത്തിരി കാര്യങ്ങളിൽ പാളിച്ച് വന്നു പോയിട്ടുണ്ട്, ഒത്തിരി ഇടത്ത് കാലിടറിയിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, എന്നിട്ട് നീ എന്നെ പണിയെന്ന് പറഞ്ഞു വിട്ടില്ലല്ലോ. ഹല്ലേലൂയ. 2 കൈ ഉയർത്തിപ്പിടിച്ച് ഞാൻ അവനോട് പറഞ്ഞു, സ്തോത്രം പിതാവേ, അല്ലേ? ഹല്ലേലൂയ. തിരിഞ്ഞൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, നിനക്കും ചിലപ്പോൾ പറയുവാൻ പറ്റും കേട്ടോ, എന്നിട്ടും നീ എന്നെ സുഖപ്പെടുത്തിയല്ലോ, എന്നിട്ടും നീ എന്നെ നടത്തിയല്ലോ, എന്നിട്ടും നീ എനിക്ക് കരുതിയല്ലോ. സത്യസന്ധരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറയുവാൻ പറ്റും, എന്നിട്ടും നീ എന്നെ കൊന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിയുമ്പോഴാണ് കേട്ടോ ഈ കർത്താവിനെ അടുത്ത് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളി തട്ടി എന്തോ പറയണമെന്ന് ആലോചിച്ചാൽ കണ്ണടച്ച് പിടിച്ച് നമുക്ക് പറയുവാൻ പറ്റുന്നത്, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഒന്ന് പറയാമോ? ഇത്രയും സ്നേഹിച്ചാൽ, lift your voices, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാൻ. ഒന്ന് പറഞ്ഞേ, ഐ ലവ് യു ലോർഡ്. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എൻ്റെ കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എൻ്റെ പിതാവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഐ ലവ് യു, ലവ് യു, ലവ് യു ജീസസ്. ഹല്ലേലൂയ. അവനോടൊന്ന് പറഞ്ഞേ, വായി തുറന്ന് ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞേ, ഐ ലവ് യു ലോർഡ്. ഞാൻ അങ്ങേ ഒത്തിരി 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 സ്നേഹിക്കുന്നു. ഞാനിങ്ങനെയൊക്കെ ആയിരുന്നിട്ടും, ഞാനിങ്ങനെയൊക്കെ എൻ്റെ വായി തുറന്ന് പലതും വേണ്ടാത്തത് സംസാരിച്ചിട്ടും, ഞാനിങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും, എന്നിട്ടും എനിക്കായി കരുതുന്നവനെ, എന്നിട്ടും എന്നെ നടത്തുന്നവനെ, എന്നിട്ടും എന്നെ കാക്കുന്നവനെ, എന്നിട്ടും എന്നെ കൊല്ലാതെ വിട്ടവനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. Lift your voices. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ.
ഇത്രയും സ്നേഹിച്ച പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ, ഇത്രയും സ്നേഹിച്ച പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാശ. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കാ മരിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കാ മരിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. ശബ്ദമുയർത്തി യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. ഇത്രയും സ്നേഹിച്ച പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. Lift it up one more time. ഇത്രയും സ്നേഹിച്ച പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാശ. ശബ്ദമുയർത്തി യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ പ്രവൃത്തിയാലുമല്ല, എന്നേച്ഛയും കാഴ്ചയാലുമല്ല, എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എന്നേച്ഛയും കാഴ്ചയാലുമല്ല, കൃപയാ രക്ഷിച്ചതിനാ ഞാൻ എന്നും അങ്ങേ
ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ഇത്രയും സ്നേഹിച്ച അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. ഓ ഇത്രയും സ്നേഹിച്ച പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. Let's come to it one more time. Lord, ഇത്രയും സ്നേഹിച്ച പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. Lift your voice one more time. Sing. ഇത്രയും സ്നേഹിച്ച പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. യേശു സ്വരം ഒരിക്കൽ കൂടെ കേൾക്കട്ടെ. യേശുവേ lift it up one more time. യേശുവേ യേശുവേ ആരാധനേ. അസംഖ്യമായിരിക്കുന്ന ദൂതവൃന്ദത്തോട് ചേർന്ന് നിന്റെ കരഘോഷത്തോടുകൂടി അല്പനിമിഷങ്ങളിൽ നാഥന് നന്ദി പറഞ്ഞാട്ട്, അവനെ സ്തുതിച്ചാട്ട്, അവനെ പുകഴ്ത്തിയാട്ട്, ഉള്ളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, നിന്നെ പോലെ വേറെ ഒരു ദൈവവുമില്ല ദൈവമേ. എന്റെ യേശുവേ, നിന്നെ പോലെ വേറൊരു ദൈവവുമില്ല. ഗിലെയാദിലെ നല്ല വൈദ്യനായി, ശാരോനിലെ പനിനീർ പുഷ്പമായി, 10,000-ങ്ങളിൽ സുന്ദരനായി, നിന്നെ പോലെ വേറെ ആരുമില്ല. നിസ്തുല്യൻ. ഹല്ലേലൂയ. നീ മാത്രം യേശുവേ, നീ മാത്രം, നീ മാത്രം, നീ മാത്രം. ഹല്ലേലൂയ. കരങ്ങൾ ചേർത്തടിച്ച് അല്പനിമിഷങ്ങൾ കൂടി അവന് സ്തുതി കൊടുത്തേ, ശക്തിയോടെ, ശക്തിയോടെ.
കർത്താവിലെ പ്രിയമുള്ള ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം, അതിൻ്റെ ആരംഭഭാഗം ഇவ்விധത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അനന്തരം യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു എന്ന്. അപ്പോൾ ഈ വാക്യത്തെ ആഴത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇതിൻ്റെ ആരംഭത്തിലുള്ള വാക്ക് അനന്തരം എന്ന വാക്ക്, ഇത് ശരിയായി ഒന്ന് മനസ്സിലായിട്ട് വേണം നമ്മൾ മുൻപോട്ട് പഠിക്കുവാൻ. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ചിലതിൻ്റെയൊക്കെ ശേഷം എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ആഫ്റ്റർ ദിസ് എന്ന് പറയത്തില്ലയോ, അതുപോലെ ഒരു പദപ്രയോഗമാണ് അനന്തരം എന്നുള്ളത്. അർത്ഥം യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു എന്ന വേദശകലത്തിൽ നമ്മൾ കാണുമ്പോൾ അതെന്തിനായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ മുമ്പിലുള്ള കാര്യങ്ങൾ അറിയണം. അതുകൊണ്ട് ദൈവം എന്താ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കേണ്ടതിനും നമ്മൾ ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളിലേക്ക് നമ്മുടെ കണ്ണോടിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. എന്താ ഇതിനു മുമ്പ് നടന്നത് നോക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം നമ്മളോട് പറയും, നാട് ഭരിക്കുന്ന രാജാവായി ദൈവം അഭിഷേകം ചെയ്ത ഈ ദാവീദ് പാപപ്രവർത്തികളുടെ ഒരു വലിയ ശൃംഖല തൻ്റെ ജീവിതത്തിൽ അഴിച്ചുവിടുവാൻ തക്കവണ്ണം ഇടയായി. ബത്ശീബ എന്നൊരു സ്ത്രീയെ, അവളുടെ സൗന്ദര്യത്തെ കണ്ടു മോഹിച്ച ഈ മനുഷ്യൻ പല ഗൂഢാലോചനകൾ നടത്തി അവളുമായി ശയിപ്പാൻ തക്കവണ്ണം ഇടയായി. ആദ്യം ഗൂഢാലോചന നടത്തി വ്യഭിചാരം ചെയ്ത ഈ മനുഷ്യൻ തുടർന്ന് വീണ്ടും വലിയ ഗൂഢാലോചനകൾ നടത്തിയിട്ട് അവളുടെ ഭർത്താവിൻ്റെ കുലപാതകനായി മാറുവാൻ തക്കവണ്ണം ഇടയായി. ഒരു പാപം, പിന്നെ അത് മറയ്ക്കാൻ വേറൊരു പാപം, അങ്ങനെ പാപപ്രവർത്തികളുടെ ഒരു വലിയ ശൃംഖല ഇവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യന് പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? വിവിധ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ഈ പാപപ്രവർത്തിയുടെ പരിണിത ഫലമായി ആരും അവനെ വിരൽ ചൂണ്ടിയില്ല, ആരും അവനോട് ഒന്നും ചോദിച്ചില്ല, ആരും അറിഞ്ഞില്ല എന്ന മട്ടിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി എന്നൊക്കെയുള്ള കാരണങ്ങളാൽ ഈ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയൊക്കെ മറന്നിട്ട് ഇതേ ബത്ശീബയുമായി ഒരു സുഖവാസം, ഒരു ദാമ്പത്യ ജീവിതം ഇതൊക്കെ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടവരികയാണ്. പക്ഷേ ഈ മനുഷ്യൻ ഇவ்விധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അവനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവനെ വിളിച്ച ദൈവം അവനെക്കുറിച്ച് ചിലത് ഉദ്ദേശിച്ചിട്ടുണ്ട്. പാപികളുടെ പട്ടികയിൽ ആയിപ്പോയിട്ട് പാപിയായി ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകുവാനല്ല ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെയോ ദൈവിക പദ്ധതികൾക്കൊത്തവണ്ണം അനേകരുടെ അനുഗ്രഹത്തിനായി ദൈവകരങ്ങളിൽ അവൻ പ്രയോജനപ്പെടണമെന്ന്, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറപടിയായി നിറവേറ്റണമെന്ന്, ദൈവിക നിയോഗങ്ങൾ ഏറ്റെടുത്ത് നിവർത്തിച്ച് പിന്നത്തേതിൽ സ്വർരാജ്യത്തിൽ ദൈവത്തിങ്കിൽ നിന്ന് അവൻ പ്രതിഫലം പ്രാപിക്കണമെന്ന് ദൈവം അവനെക്കുറിച്ച് നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഈ മനുഷ്യൻ ആ പാപങ്ങളൊക്കെ ചെയ്യുവാൻ തക്കൊണ്ടും ഇടയായെങ്കിലും അവൻ മടങ്ങി വരുന്നത്, മാനസാന്തരപ്പെടുന്നത്, ഇതൊക്കെ അവനേക്കാൾ അധികം ദൈവത്തിന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ മനുഷ്യൻ സ്വന്തം ജീവിത രീതി സംബന്ധിച്ച് ശരിയും തെറ്റും വേർതിരിക്കുവാൻ കഴിവില്ലാതെ പോകുന്ന ഈ നിമിഷങ്ങളിലും വിവേചനത്തിൻ്റെ വരം ഇല്ലാത്ത മട്ടിൽ അവൻ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ വേളയിലും നമ്മൾ അറിയണം, അവൻ്റെ മാനസാന്തരവും മടങ്ങിവരവും ആഗ്രഹിക്കുന്ന ദൈവം അതിനുതകുന്ന ഒരു ദൂതുമായിട്ടാണ് നാഥാൻ എന്ന പ്രവാചകനെ അവൻ്റെ അടുക്കലേക്ക് ഈ വേളയിൽ അയക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഞാൻ പറയട്ടെ, ഈ ഭാഗങ്ങളൊക്കെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ 1000 പാഠങ്ങൾ പാണ്ഡിത്യമുള്ളവർ നമുക്ക് പഠിപ്പിച്ചു തരുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ അല്പമായി നമ്മുടെ മുമ്പിലുള്ള ഈ സമയം കൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ആ കാലത്തുണ്ടല്ലോ ഒരു 10,000 ആൾ ഉണ്ടായിരുന്നുവെങ്കിൽ, കൂട്ടത്തിൽ ഒരു 100 പ്രവാചകന്മാരുണ്ടായിരുന്നുവെങ്കിൽ, എന്തുകൊണ്ടായിരിക്കും ഇവരുടെ ഒക്കെ മധ്യത്തിൽ നിന്ന് ദൈവം നാഥാൻ എന്ന ഈ ഭക്തനെ, ഈ പ്രവചന ദൂത് ഏൽപ്പിച്ചത്? അവനെ നിയോഗിച്ച് എന്തുകൊണ്ടാണ് ഈ ദാവീദിൻ്റെ അടുക്കിലേക്ക് ദൈവം അയച്ചത്? ഇത് സംബന്ധമായി ചിലത് ഒന്ന് ചിന്തിക്കേണ്ടതിനാണ്. നോക്കുക, 1-2 കാര്യങ്ങൾ ഒന്ന് നിരത്തി വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്പർ 1, ശ്രദ്ധിക്കുക. ദൈവം നോക്കണമേ, ദാവീദിനെ കണ്ടു, അവൻ ചെയ്ത ക്രിയ കണ്ടു, അതുമൂലം ആർക്കൊക്കെ ദൂഷ്യം വന്നു അതെല്ലാം ദൈവം മനസ്സിലാക്കി. അവൻ മാനസാന്തരപ്പെടണം, മടങ്ങി വരണം, തന്നോട് നിരക്കണം, തൻ്റെ നിയോഗപ്രകാരമായിത്തീരണം എന്നൊക്കെ ദൈവം ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് പറയട്ടെ, ദൈവം ആരുടെയോ കയ്യിൽ ഒരു ദൂത് ഏൽപ്പിച്ച് ദാവീദിൻ്റെ അടുക്കൽ അയക്കുവാൻ നോക്കുമ്പോൾ, ഞാൻ പറയാം, ദൈവം സംസാരിക്കുന്നത് കേൾക്കേണ്ടതിന് നാഥാൻ ഇടവന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലൈൻസ്, ആശയവിനിമയം ചെയ്യുന്നതിനുള്ള വഴികൾ നാഥാൻ തുറന്നു വെച്ചിരുന്നത് കൊണ്ടാണ്. ഞാൻ നിന്നോട് പറയട്ടെ, ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ ദൈവം സംസാരിക്കാതെ ഇരിക്കുകയാണെന്നാണോ ചിന്ത? ഞാൻ പറയും അല്ല, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്.
അവൻ കേൾക്കുന്ന, അതുപോലെ സംസാരിക്കുന്ന ഒരു ദൈവമാണെന്ന് വചനം പറയുന്നു. He talks and so much so that he calls himself the word. കേട്ടോ, അവൻ തന്നെത്താൻ വചനം എന്ന് പേർ വിളിക്കുന്നവനാണ്. അർത്ഥം അവൻ സംസാരിപ്പാൻ തൽപരനാണ്. എന്നാൽ ഇന്ന് ഒട്ടുമുക്കാൽ പേരും എന്തിന് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ഒട്ടുമുക്കാൽ പേരും അവൻ്റെ സ്വരം കേൾക്കുന്നില്ല എന്ന് പറയുവാൻ കാരണം എന്താണെന്നറിയാമോ? ഞാൻ പറയും, അവൻ സംസാരിക്കാത്തതല്ല, നമ്മൾ കേൾക്കുവാൻ കാതോർക്കാത്തതാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് കേട്ടോ, ഓഷോ രജനീഷ് എന്ന് പറയുന്ന ഒരു ആത്മീക ഗുരു, അദ്ദേഹം ഒരു കൾട്ട് ഗുരുവാണ് കേട്ടോ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെ എൻഡോഴ്സ് ചെയ്യുകയല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു നല്ല ചരിത്രമുണ്ട്. അദ്ദേഹം വിവിധത്തിൽ പറയുവാൻ തക്കണമിടയായി. ന്യൂയോർക്ക് പട്ടണത്തിൻ്റെ കേട്ടോ ആ തെരുവീഥികളിലൂടെ 2 സുഹൃത്തുക്കൾ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയായി. പെട്ടെന്ന് കൂട്ടത്തിലുള്ള ഒരാൾ ആ തിരക്കിൻ്റെ വാഹനങ്ങളുടെ ശബ്ദങ്ങളുടെ ഒക്കെ ഇടയിലൂടി തൻ്റെ സുഹൃത്തിനെ ഒന്ന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഒരു ബുൾഫിഞ്ചിൻ്റെ സ്വരം കേൾക്കുന്നതാണ്. ബുൾഫിഞ്ച് എന്താണെന്നറിയാം? ഒരു കിളിയാണ്. ആ കിളിയുടെ ഒച്ച ഈ തിരക്കിന് മധ്യേ, ഈ സ്വരങ്ങൾക്ക് മധ്യേ അവൻ കേൾക്കുന്നുവെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. സുഹൃത്ത് ഉടനെ ഈ മനുഷ്യനോട് ചോദിച്ചു, ഇത്രയും ബഹളത്തിൻ്റെ ഇടയിൽ ഒരു കിളിയുടെ ഒച്ച നീ എങ്ങനെ കേട്ടു? പറയുവാൻ തക്കവണ്ണം ഇടയായി. ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം ബുൾഫിഞ്ചിൻ്റെ സ്വരം കേട്ടു എന്ന് അവകാശപ്പെട്ട വ്യക്തി തൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു, കുറച്ച് നാണയ തുട്ടുകൾ ഇങ്ങനെ എടുത്തു. എന്നിട്ട് നോക്കണമേ, ഈ തിരക്കിട്ട് ഓടുന്ന ജനാവലിയുടെ മധ്യത്തിലേക്ക്, ആ ഫുട്പാത്തിലേക്ക് ഇങ്ങനെ നാണയങ്ങൾ അങ്ങ് ഇട്ട് കളയുവാൻ തക്കവണ്ണമിടയായി. 2-3 ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ നാണയം ഇങ്ങനെ ഫുട്പാത്തിൽ തട്ടുവാൻ തക്കവണ്ണമിടയാകുമ്പോൾ ഈ 2 പേരും കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ? ഓട്ടം പിടിച്ച് നടക്കുന്ന ആ കൂട്ടത്തിന് മധ്യേ നിന്ന് ഒരു 10-30 പേര് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്, എവിടെയാണ് നാണയങ്ങൾ വീണത്. ഹോണടിയുണ്ട്, ആളുകളുടെ ബഹളമുണ്ട്, തിരക്കുണ്ട്, എല്ലാം സത്യമാണ്. പക്ഷേ ഈ നാണയങ്ങൾ വീണ്ട സ്വരം എല്ലാവരും കേൾക്കുവാൻ തക്കവണ്ണമിടയായി. ആദ്യം കിളിയുടെ ഒച്ച കേട്ടു എന്ന് പറഞ്ഞ സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ നോക്കിയിട്ട് ഇவ்விധത്തിൽ പറഞ്ഞു, യു ഹിയർ വാട്ട് യു ലിസൺ ഫോർ. നീ എന്തിനായി ശ്രദ്ധിക്കുന്നുവോ അത് നീ കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ദൈവം ഇന്ന് ശരിയും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കേൾക്കുവാനുള്ള കാരണങ്ങൾ നിനക്കുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് തൻ്റെ സഭയ്ക്ക് കത്തുകൾ എഴുതുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഒരുപാട് ആത്മീക മർമ്മങ്ങൾ ഓരോ കത്തിനകത്തും അവൻ പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കർത്താവ് യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ ദൂത് യോഹന്നാൻ എഴുതി വെക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ താൻ ഉച്ചരിച്ച വാക്കുകൾ എഴുതുന്ന യോഹന്നാനോട് ഓരോ കത്തിൻ്റെയും അവസാനം ഇவ்விധത്തിൽ എഴുതി ചേർക്കുവാൻ തക്കവണ്ണം കർത്താവ് പറഞ്ഞു, ആത്മാവ് സഭയോട് പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ whoever is listening for that voice, അവൻ മാത്രമേ ഇത് കേൾക്കത്തുള്ളൂ, ആഴത്തിൽ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഡു യു ഹാവ് സച്ച് ലിസണിങ് ഇയേഴ്സ് that listen for God's voice? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടതിന് കാതോർക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? ഇങ്ങനെ കാത് പിടിക്കുക എന്നാണോ ഇതിൻ്റെ അർത്ഥം? ഞാൻ പറയുമല്ല. അവനോട് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് അത് തുറക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ലൈൻസ് തുറന്നു വരും. ദൈവവചനം ധ്യാനിക്കുമ്പോൾ ആ ലൈൻസ് തുറന്നു വരുവാൻ തക്കവണ്ണം ഇടയാകും. പ്രാർത്ഥനയിൽ നമ്മൾ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയും, ദൈവവചനത്തിലൂടെ അവൻ ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയും. ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻ തുറന്നിരിക്കുമ്പോഴാണ് ഞാൻ പറയട്ടെ, സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ, ചിലപ്പോൾ ദൂതന്മാരിലൂടെ, ചിലപ്പോൾ നേരിട്ട് ഒക്കെ കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. വുഡ് യു ഓപ്പൺ യുവർ ഇയേഴ്സ്? വുഡ് യു ലിസൺ ഫോർ ഗാഡ്സ് വോയിസ്? അതാണ് ഇന്ന് എനിക്ക് ഒന്നാമത് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നാഥാനെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ഈ നിയോഗം നൽകിക്കൊടുത്തു? എന്തുകൊണ്ട് ഈ ദൂത് നാഥാന് ഏൽപ്പിച്ചു കൊടുത്തു? ഞാൻ പറയും, അവന് ദൈവവുമായിട്ടുള്ള ഈ ആശയവിനിമയത്തിൻ്റെ വഴികൾ, കമ്മ്യൂണിക്കേഷൻ ലൈൻസ്, അത് നിരന്തരമായി ഓപ്പൺ ആയിരുന്നു. ദൈവത്തിന് എപ്പോൾ അവനോട് സംസാരിപ്പാൻ താല്പര്യമുണ്ടെങ്കിലും അത് കേൾപ്പാൻ തയ്യാറുള്ളവനായി അവൻ ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു. വൺ ബിഗ് ക്വാളിറ്റി കേട്ടോ. രണ്ടാമത് ശ്രദ്ധിച്ചാട്ട്, ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഓപ്പൺ ആക്കി വെച്ചു എന്നിരിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ, വചനം ധ്യാനിക്കുന്നവരാണ് നമ്മൾ കേട്ടോ. ഇതൊക്കെ ഞാൻ അങ്ങ് സമ്മതിക്കുകയാണ്. ഇതുപോലൊരാളാണ് താങ്കളെന്ന് ഇരിക്കട്ടെ കേട്ടോ. നൗ ഇഫ് ഗോഡ് കെയിം ടു യു കേട്ടോ, ആ ദൈവം നിൻ്റെ അടുക്കൽ വന്ന് നിന്നോട് സംസാരിക്കുവാൻ തുടങ്ങിയെന്നിരിക്കട്ടെ, പറയുകയാണ് നാട് ഭരിക്കുന്ന ഒരാളെക്കുറിച്ച്, അയൽവക്കത്തെ വീട്ടിലെ ഒരാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെന്നിരിക്കട്ടെ. വുഡ് യു ബി വില്ലിങ് ടു ഹിയർ? നീ ആലോചിച്ച് നോക്കണം കേട്ടോ. ഞാൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയാമോ? സത്യത്തിൽ എനിക്ക് പരിചിതരായിരിക്കുന്ന ഒത്തിരി ദൈവമക്കൾ
അവർ പ്രാർത്ഥിക്കും, വചനം വായിക്കും, ആരാധിക്കും, ദൈവശബ്ദത്തിനെ കാതോർക്കും. പക്ഷേ ദൈവം അവരുടെ അടുക്കൽ വന്ന് അയൽവക്കത്തെ വീട്ടിലെ തങ്കമണിയെക്കുറിച്ച്, അവളുടെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ദൂത് പറയുവാൻ തുടങ്ങിയാൽ അവർ തിരിച്ച് ദൈവത്തോട് പറയും, എൻ്റെ കർത്താവെ, ഞാൻ ഈ കഴിഞ്ഞ 1.5 മണിക്കൂർ മുട്ടുകാലയിലിരുന്ന് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചത് അപ്പുറത്തെ തങ്കമണിയെക്കുറിച്ച് കേൾക്കാനാണോ? എൻ്റെ കാര്യത്തെക്കുറിച്ച് നീ ഒന്ന് സംസാരിക്കുക, എൻ്റെ മക്കളുടെ കാര്യത്തെക്കുറിച്ച് നീ ഒന്ന് സംസാരിക്കുക, എൻ്റെ അച്ഛൻ്റെ ജോലിയെക്കുറിച്ച് നീ ഒന്ന് സംസാരിക്കുക. അവർ പറയുവാൻ തക്കൊണ്ട് ഇടയാകും. ഞാൻ പറയട്ടെ, ഇவ்விധത്തിലൊരു പറച്ചിൽ വരുവാൻ പല പല കാരണങ്ങളുണ്ട് കേട്ടോ, പല പല കാരണങ്ങളുണ്ട്. ഞാൻ നിന്നോട് പറയാം, സം പീപ്പിൾ ആർ ഒബ്സെസ്ഡ് വിത്ത് ദെയർ പേഴ്സണൽ ബാറ്റിൽസ്, വിത്ത് ദെയർ പേഴ്സണൽ പ്രോബ്ലംസ്. അവരുടെ വ്യക്തിപരമായിരിക്കുന്ന വിഷയങ്ങളിൽ അവരിങ്ങനെ തികച്ചും കുടുങ്ങി കിടക്കുകയാണ് കേട്ടോ. അവർക്ക് ദൈവം മുമ്പാകെ ചെന്നിരുന്നാൽ നടത്തിയ ദൈവത്തിന് നന്ദി പറയുവാൻ സമയമില്ല. ശരിക്കും ഓരോ ദിവസവും കൈപിടിച്ച് അവൻ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്ന് അവർക്കറിയാം. അല്ലാതെ വേറെ വകുപ്പൊന്നും വരുന്നവർക്ക് ഉള്ളുകൊണ്ട് അറിയാം. പക്ഷെ എന്നാലും നന്ദി പറയാൻ സമയമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്പോഴും അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആകുലങ്ങളുടെ മുള്ളുകൾ, പറക്കാരകൾ ഇങ്ങനെ അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഞെരുക്കിക്കൊണ്ടിരിക്കുക. വേദനകൾ അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മക്കളുടെ കാര്യം എന്താകും, നാളെ എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കും, എങ്ങനെ അരി വാങ്ങിക്കും, എങ്ങനെ തുണി വാങ്ങിക്കും, എങ്ങനെ പിള്ളേരുടെ ഫീസ് കൊടുക്കും, എങ്ങനെ വാടക കൊടുക്കും, അവരിങ്ങനെ ആലോചിക്കുകയാണ്. 2020 കഥ പറഞ്ഞാൽ കൊറോണ എന്നെ കടന്നു പിടിക്കുമോ, ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ ഇപ്പോൾ അവരോട് വന്ന് അപ്പുറത്തെ വീട്ടിലുള്ള തങ്കമണിയുടെ കാര്യം പറഞ്ഞാൽ ദേ കാൺ ഹിയർ, എൻ്റെ കാര്യം പറ, എൻ്റെ കാര്യം പറ, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ നടത്തുന്ന, എനിക്ക് നാളെ നന്മ തരുന്ന കാര്യങ്ങൾ എന്നോട് പറ. അവർ പറയുവാൻ തുടങ്ങും. ദാറ്റ് ഇസ് എ വേ മോസ്റ്റ് പീപ്പിൾ ആർ. വേറൊരു കൂട്ടരെക്കുറിച്ച് ഞാനിങ്ങനെ പറയട്ടെ. സം പീപ്പിൾ ആർ സോ സെൽഫിഷ് കേട്ടോ. അവർ വളരെ സ്വാർത്ഥരാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ഒരു ചിന്ത നിമിത്തം ആകുലങ്ങളാൽ മുഴുകുന്നത് കൊണ്ട് മാത്രമല്ല, അവർക്ക് വേറുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ല കേട്ടോ. സ്വന്തം കാര്യം സിന്ദാബാദ്. എനിക്ക് നാളെ എന്ത്, ഞാൻ ലിബിയയിൽ പോകുമോ, ലെബാനോനിൽ പോകുമോ, ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആകുമോ, എനിക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റുമോ, ദാറ്റ്സ് ഓൾ. അങ്ങേയറ്റം സ്വയത്തെക്കുറിച്ചല്ലാതെ അടുത്തൊരാളെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ ഭാര്യ ആയിരിക്കണം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കണം, മക്കളായിരിക്കണം. വേറെ ആരെക്കുറിച്ചും ഒരു ചിന്തയുമില്ല. ദേ ആർ സോ സെൽഫിഷ്, നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അതേഴ്സ്. മറ്റൊരാളിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത കാരണത്താൽ അവരെക്കുറിച്ചൊന്നും കേൾക്കുവാൻ വില്ലിങ് അല്ല. ദർ ആർ അനദർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കേട്ടോ. അവർ വളരെ ഇൻഡിഫറൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അത് സ്വാർത്ഥത എന്ന് പറയാനൊക്കത്തില്ല. ഇറ്റ്സ് ഇൻഡിഫറൻസ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അവർക്ക് ആകട്ടെ, അത് അവരുടെ തലവിധി കേട്ടോ, അത് അവരുടെ തലവിധി. അവർ രക്ഷിക്കപ്പെട്ടില്ല, അവർ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് അവരുടെ തലവിധി. മനസ്സിലായി? അവരുടെ മക്കൾ നേരെ പഠിക്കത്തില്ല, അത് അവരുടെ തലവിധി. മനസ്സിലായി? നമുക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ ഒക്കുമെങ്കിൽ നമ്മളത് ചെയ്യണം. അങ്ങനത്തെ ചിന്തയൊന്നും ഇവർക്കില്ല കേട്ടോ. അങ്ങനത്തെ യാതൊരു ചിന്തയും ഇവർക്ക് ഇല്ല. ഇത് നമ്മൾ ഗ്രഹിക്കുവാൻ തക്കണം ഇടയാകണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇவ்விധം എന്തെങ്കിലുമൊക്കെ ചിന്തകൾ നിമിത്തം, ചിന്താഗതികൾ നിമിത്തം നമ്മൾ ഇങ്ങനെ പിടിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, ദൈവശബ്ദം നമ്മളെ തേടി വരുമ്പോൾ, വേറൊരാളെ സംബന്ധിക്കുന്ന ഒരു കാര്യവുമായി ദൈവം നമ്മുടെ അടുക്കൽ ഒന്ന് ഇടപെടുവാൻ, ഒരു ദൂതേൽപ്പിക്കുവാൻ, ഒരു നിയോഗം നൽകി തരുവാൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് സ്വീകാര്യമാവുകയില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ പിടിവിടേണ്ടുന്നത് ഞാൻ നിന്നോട് പറയാം. ആകുലങ്ങൾ ഏറി വരുന്ന മാത്രയിൽ നമ്മൾ പതിയെ 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 ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുവാൻ പഠിക്കണം കേട്ടോ. പഠിക്കണമെന്നല്ല പറയുന്നത്, നമ്മൾ അഭ്യസിക്കണം എന്ന് പറഞ്ഞാൽ വി ഗോട്ട് ടു ട്രെയിൻ ourselves up കേട്ടോ. ഇതുവരെ നടന്നതല്ല, അവൻ നടത്തിയതാണ്. ഈ നിമിഷം വരെ നമ്മൾ നിന്നതല്ല, അവൻ നമ്മളെ നിർത്തിയതാണ്. എൻ്റെ കൈയുടെ ബലം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, അവൻ കരുതുകയാണ് എന്ന് മനസ്സിലാക്കി. ഇന്നലകളിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിൽ നിന്നെല്ലാം ഇന്നത്തേക്കും നാളത്തേക്കും ആവശ്യമുള്ള ബലം ഏറ്റെടുക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ അഭ്യസിപ്പിക്കണം. വീണ്ടും ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മൾ സ്വാർത്ഥരാണെങ്കിൽ, മറ്റുള്ളവരെ സംബന്ധിച്ചോളം ഒരു താല്പര്യവുമില്ലാത്ത ഇൻഡിഫറൻറ്റ് പീപ്പിൾ ആണെങ്കിൽ, ഞാൻ നിന്നോട് പറയട്ടെ, നമ്മൾ പതിയെ 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 ഉണ്ടല്ലോ യഥാർത്ഥമായി ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു സമർപ്പണം എടുക്കുവാൻ പഠിക്കണം. ദൈവമേ, യേശു കർത്താവ് പറഞ്ഞതുപോലെ നിന്റെ വേല എൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ, ഗോഡ്, യുവർ ബിസിനസ് ഇസ് മൈ ബിസിനസ് ഓൾസോ. ഹല്ലേലൂയ. നീ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ എനിക്ക് അതിനകത്ത് ഒരു പങ്കാളിത്വം നൽകേണ്ടതിന് യോഗ്യനെന്ന് നീ എന്നെ എണ്ണിയാൽ അതെനിക്കൊരു ഭാരമല്ല, എൻ്റെ ഒരു ഭാഗ്യമാണ് നാഥ എന്ന് പറഞ്ഞ് പഠിക്കണം. പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ വാക്ക് നിനക്ക് വിശ്വാസമായി പരിണമിക്കും. അത് നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നിൻ്റെ മനോഭാവമായി രൂഢമൂലമാകും. കുറച്ച് കഴിയുമ്പം നിൻ്റെ പ്രാവർത്തിക ജീവിതം അതിനൊത്തവണ്ണമാകും.
അങ്ങനെ ആയിത്തീരണം കേട്ടോ. നാഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ദാവീദിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഒരു ദൂതായി ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആണ്. മനസ്സിലായോ? ദാവീദിന്റെ ജീവിതം നശിച്ചു പോകരുതെന്ന കാര്യത്തിൽ അവന് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം അവനൊരു ആത്മഭാരമുള്ളവനാണ്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇவ்விധത്തിലാണ് നാഥാൻ എന്ന കാരണത്താൽ ദൈവം നാഥാനെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. മൂന്നാമതൊരു കാര്യം പറയട്ടെ, ദൈവത്തിന് ഉറപ്പായിരുന്നു പങ്കുവെക്കുന്ന ഇൻഫർമേഷൻ കേട്ടോ, അത് നാഥാൻ ദൈവഹിതപ്രകാരം കൈകാര്യം ചെയ്യുമെന്നുള്ളത്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്ന് ആലോചിക്കുക, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോടാണ് ദൈവം ഇவ்விധം ഒരു കാര്യം പറയുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും നമ്മുടെ പ്രതികരണം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഉദാഹരണത്തിന് നാട് ഭരിക്കുന്ന ഒരു പ്രസിഡന്റ്, പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അയൽ രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റിനെ കുറിച്ച് ഒരു സ്കാൻഡൽ, മനസ്സിലാകുന്നുണ്ടോ? ഒരു ഇതുപോലൊരു വർത്തമാനം. നൗ ദിസ് ഇസ് എ സെക്സ് സ്കാൻഡൽ കേട്ടോ. ഇത് നമ്മൾ ഗ്രഹിക്കുവാൻ തക്കണം ഇടയാകണം. ഇതുപോലൊരു സ്കാൻഡലിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ പൊതുവിൽ ആർക്കും അറിയത്തില്ല. വേറെ ആർക്കും ഇത് സംബന്ധമായി ഒരു അറിവും ഇല്ല എന്നിരിക്കവേ ദൈവം ഇത് നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ വാട്ട് വിൽ വി ഡു വിത്ത് ഇറ്റ്? ഇത് നമ്മൾ ആലോചിക്കുവാൻ തക്കണം ഇടയാണ്. ഒത്തിരി പേർ, ഞാൻ പറയട്ടെ, ഉടനെ ഫോൺ എടുക്കും. മനസ്സിലായോ? ഹല്ലേലൂയ 911 123 144 ഒക്കെ വിളിച്ചിട്ട് BBC ആണോ ചോദിക്കും, CNBC ആണോ ചോദിക്കും. ഇതുപോലൊരു സ്കാൻഡലിൻ്റെ ന്യൂസ് കിട്ടിയിട്ടുണ്ട്, വിൽക്കാൻ എത്ര രൂപയ്ക്ക് പറ്റും അവരാലോചിക്കുവാൻ തക്കണം ഇടയാവും. ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ? എതിർ കക്ഷിക്ക് വിറ്റിട്ട് ഇപ്പോൾ ഭരിക്കുന്നവനെ കാലുവാരി ആ സ്ഥാനത്ത് നിന്ന് പിടിച്ചിറക്കുവാൻ ഈ ഇൻഫർമേഷനെ ഉപയോഗിക്കും. വേറെ ചിലരുണ്ട് ഇതിനെ ഒരു ബ്ലാക്ക്മെയിൽ ടൂളാക്കി മാറ്റും. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഈ നാഥാനെ നമ്മൾ നോക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അവനുണ്ടല്ലോ, ഹല്ലേലൂയ, ഈ വിഷയം അറിയുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ദാവീദിനൊരു പറ്റി എന്ന് പറഞ്ഞ് ചിരിക്കാൻ പോയില്ല കേട്ടോ. ഈ വിവരം വിറ്റ് കാശാക്കാൻ പോയില്ല. ദാവീദിന്റെ ശത്രുവിന് ഇത് നൽകിയിട്ട് ഈ ദാവീദിന്റെ സ്ഥാനം അപഹരിക്കുവാൻ ശ്രമിച്ചില്ല. ദാവീദിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോയില്ല കേട്ടോ. ഹല്ലേലൂയ. ഈ വിവരം യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഏതെങ്കിലും തരത്തിൽ വീണുപോയ ദാവീദ് യഥാസ്ഥാനപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. Do you know the commandment of God? ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം നമ്മളോട് ഇவ்விധത്തിലാണ് പറയുന്നത്, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് ലേഖന കർത്താവ് നമ്മളോട് പറയുകയാണ്. നോക്കണം ദൈവത്തിൻ്റെ പൈതലേ, ഇറ്റ് ഇസ് കോമൺ ഫോർ മാൻ ടു ഫോൾ കേട്ടോ. മനുഷ്യർ വീഴുന്നത് ചുറ്റും നടക്കുന്ന ഒരു സാമാന്യ കാര്യമാണ്. പക്ഷേ യു നോ സംതിങ്, വെൻ എ പേഴ്സൺ ഫോൾസ്, അയാൾക്കുണ്ടല്ലോ അയാളെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന മറ്റൊരു സഹോദരനെ സഹോദരിയെ കിട്ടുക ഇന്നത്തെ കാലത്ത് സത്യത്തിൽ ഇത് ഏതാണ്ട് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. പീപ്പിൾ വെൻ ദേ ഫോൾ, ഞാൻ പറയട്ടെ, അവരുടെ മേളിലൂടെ ചവിട്ടി നടക്കുവാൻ 1000 പേര് കാണും. അവരെ കുത്തി നോവിക്കുവാൻ 1000 പേര് കാണും. അവരുടെ വീഴ്ച കണ്ട് അട്ടഹസിച്ച് ചിരിക്കുന്ന ഒത്തിരി പേര് കാണും. പക്ഷെ അവനെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ, വീണിടത്ത് അവിടുന്ന് എഴുന്നേൽപ്പിച്ച് യഥാസ്ഥാനപ്പെടുത്തുവാൻ ഇറ്റ് ടേക്സ് എ സ്പിരിച്വൽ മാൻ. ഒരു ആത്മീകൻ തന്നെ വേണം കേട്ടോ. ആ ആത്മീകൻ നീ ആകട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. നീ എന്ത് ചെയ്യണം? അവൻ്റെ അടുക്കൽ ചെന്ന് വീണല്ലോ എന്ന് പുച്ഛത്തോടെയല്ല കേട്ടോ, ഞാൻ പണ്ടേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവനെ കുത്തി നോവിക്കാനല്ല. കർത്താവ് പറയുക സൗമ്യതയുടെ ആത്മാവിനാൽ. ആ സൗമ്യത എങ്ങനെയാണ് വരുന്നത്? ഞാൻ ഇന്ന് വീണിട്ടില്ല എന്ന് അഹങ്കരിച്ചുകൊണ്ട് ചെല്ലുമ്പോഴല്ല, നാളെ എനിക്ക് വേണമെങ്കിലും വീഴാം എന്ന് മനസ്സിലാക്കി, പരീക്ഷയിൽ ഞാനും അകപ്പെടാം എന്ന് മനസ്സിലാക്കി, താഴ്മയോടെ ഇന്ന് ഞാൻ നിന്നുവെങ്കിൽ വീഴാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കട്ടെ എന്ന തീരുമാനത്തോടെ നിർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ അവനെ കൂടി താങ്ങുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പാകെ താണിരുന്ന് പ്രാപിക്കുന്ന കൃപയുമായി അവൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് പറയുന്നത് ശ്രദ്ധിക്കൂ. മെനി എ ടൈം കേട്ടോ, നമ്മളെ പോലെയുള്ള ദൈവമക്കൾ പ്രാർത്ഥിപ്പാൻ തക്കൊണ്ട് ഇടയാകുമ്പോൾ നമുക്ക് ദൈവം ഇതുപോലെയുള്ള ചില ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാൻ തക്കൊണ്ട് ഇടയാകും കേട്ടോ, ഷെയർ ചെയ്ത് തരുവാൻ തക്കൊണ്ട് ഇടയാകും. ഹൗ ഡസ് ഹി ഷെയർ ദിസ്? ചിലപ്പോൾ സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, ചിലപ്പോൾ നേരിട്ടുള്ള സംസാരത്തിലൂടെ, ഒരു ദൂതനിലൂടെ ഒക്കെ ആവാം. ബട്ട് സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് ത്രൂ സോഷ്യൽ മീഡിയ. Sometimes it happens through somebody talking in our presence.
ചിലപ്പോൾ ഒരാൾ നമ്മുടെ അടുക്കൽ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് കേട്ടോ. എന്ത് ഇൻഫർമേഷനാണ് വരുന്നത്? ഞാൻ ഇങ്ങനെ പറയാം. ചിലപ്പോൾ അയൽവക്കത്തുകാരൻ്റെ മകളുടെ ഒളിച്ചോട്ടം, മതിൽ ചാട്ടം, എന്തെങ്കിലുമൊക്കെ സംബന്ധിച്ചുള്ള വിവരം നമ്മൾ കേൾക്കുവാൻ തക്കൊണ്ട് ഇടയാകും. ചിലപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഒരു ബിസിനസ് പ്രശ്നം സംബന്ധിച്ച് ചിലത് നമ്മൾ അറിയുവാൻ തക്കൊണ്ട് ഇടയാകും. ചിലപ്പോൾ നമ്മുടെ ശത്രുവായിരിക്കുന്ന ഒരുവൻ കേട്ടോ, അവൻ്റെ ഒരു വലിയ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും അറിയുവാൻ തക്കൊണ്ട് ഇടയാകും. വാട്ട് വിൽ വി ഡു? നമ്മൾ ആലോചിക്കുവാൻ തക്കൊണ്ട് ഇടയാകണം. നമ്മൾ ആലോചിക്കുക, വിൽ വി ലാഫ്? നമ്മൾ ശരിക്കും ഇത് കണ്ട് ചിരിക്കുമോ? അതോ ഈ വിവരം വിറ്റ് കാശാക്കാൻ ശ്രമിക്കുമോ? അതോ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുമോ? അതോ ഇവരുടെ ശത്രുക്കൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെല്ലാം കൂടെ കൂട്ടത്തിലിരുന്ന് അവരെ കുത്താൻ ഇതിനെ ഉപയോഗിക്കുമോ? വാട്ട് വിൽ വി ഡു? മനസ്സിലാകുന്നു? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്ന് കണക്കെടുപ്പ് നടത്തിയിരിക്കുന്നവർ പറയുന്നത് ലോകത്തിൻ്റെ മുകൾ പരപ്പിൽ 703 കോടി ജനം ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ 703 കോടി ജനത്തിൻ്റെ കണക്കെടുപ്പ് നമ്മൾ ശരിക്കൊന്നെടുത്താൽ അതിനകത്ത് നിന്ന് ചിലപ്പോൾ ആദ്യം മറ്റാരും അറിയാത്ത നിമിഷങ്ങളിൽ അയലത്തുകാരൻ്റെ മകളുടെ മതിലുചാട്ടം, ഒളിച്ചോട്ടം ഇത് സംബന്ധിച്ച് വിവരം കിട്ടുന്നത് നിനക്കായിരിക്കും. വൈ ഇസ് ഇറ്റ് സോ? പത്രത്തിൽ വരും മുമ്പ് നിന്നെ അറിയിക്കുന്നത് ആരാ? ദൈവമാണ്. വൈ? ബിക്കോസ് ഗോഡ് വാണ്ടഡ് യു ടു ഹാൻഡിൽ ഇറ്റ് ദ റൈറ്റ് വേ. നീ ശരിയായ രീതിയിൽ അതിനെ ഒന്ന് കൈകാര്യം ചെയ്തെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കിതിന് കഴിയത്തില്ല. പലപ്പോഴും നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ 10 പേരോട് വിളിച്ചു പോകാൻ നമ്മൾ മടിക്കാറില്ല. ആലോചിക്കേണ്ടുന്ന കാര്യം എന്താണ്? അവൻ്റെ മകളായി നമ്മുടേതായിരുന്നെങ്കിലോ? വി ജസ്റ്റ് സിംപ്ലി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ് കേട്ടോ. വി ജസ്റ്റ് സിംപ്ലി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ കർത്താവ് പറയുകയാണ്, അടുത്ത തവണ ഇതുപോലൊരു കാര്യം നിന്റെ അടുക്കൽ എത്തിയാൽ കേട്ടോ, ഇതുപോലൊരു വിവരം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ സൗമ്യതയുടെ ആത്മാവിനാൽ വീണവനെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന തീരുമാനത്തോടെ നീ ആയിരിക്കണം. ആ സൗമ്യത നിനക്ക് കിട്ടുന്നില്ല എങ്കിൽ, ആ ഹ്യൂമിലിറ്റി, ആ മീക്ക്നെസ് അത് നിനക്ക് കിട്ടുന്നില്ല എങ്കിൽ നീ എന്താ ചെയ്യണമെന്ന് അറിയാം? നാളെ ഞാനും പരീക്ഷയിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. ഞാനും പൊടി കൊണ്ട് മെനഞ്ഞുണ്ടാക്കപ്പെട്ട ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കി താഴ്മയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നാലാമതൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ നാഥാനെ ദൈവം ഒരു ദൂത ഏൽപ്പിക്കുമ്പോൾ, ഐ തിങ്ക് ഈ നാഥാനെ ക്രിയേറ്റ് ചെയ്ത ദൈവം കേട്ടോ, മെനഞ്ഞുണ്ടാക്കിയ ദൈവം, അവൻ്റെ ഫുൾ സൈക്കോളജിക്കൽ മേക്കപ്പ് അറിയാവുന്ന ദൈവത്തിനൊരു ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവനെ ഏൽപ്പിക്കുന്ന ദൂതിൻ്റെ 3/4 99% മുഴുവനും കേട്ടോ, മുഴുവനും അവൻ ഡെലിവറി ചെയ്യും. അവനൊരു ഉത്തമ ദൂതനായിരിക്കുമെന്ന ഉറപ്പ് ദൈവം തമ്പുരാനുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഇങ്ങനെ ഒരു ഉറപ്പ് ഉണ്ടാകുമോ? എങ്ങനെ ഈ ഉറപ്പ് കിട്ടുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവച്ചതിൽ നിന്നാണ് ഈ ഉറപ്പുണ്ടാകുന്നത് അല്ലേ? ഒത്തിരി പേര് കേട്ടോ, ഒത്തിരി പേര് നമ്മുടെ ഈ കേരളക്കരയിൽ പറയാറുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും കേട്ടോ. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും. ദരിദ്രനാണ് മുമ്പിലിരിക്കുന്നവനെങ്കിൽ അവനോട് എന്തും പറയാൻ മടി കാണത്തില്ല. പക്ഷേ സമ്പന്നനാണെങ്കിൽ, സ്വാധീനമുള്ളവനാണെങ്കിൽ, അധികാരസ്ഥാനത്തിരിക്കുന്നവനാണെങ്കിൽ, അവനെക്കുറിച്ചുള്ള സെക്സ് സ്കാൻഡലൊക്കെ പോകട്ട്, രക്ഷിക്കപ്പെട്ടേ പറ്റൂ, നിന്റെ പാപം ക്ഷമിച്ച് കിട്ടണമെങ്കിൽ പറയാൻ നമുക്ക് ചിലപ്പോൾ മടിയാവും. കാരണം എന്നെ രക്ഷിക്കപ്പെടണമെന്ന് പറയണമെങ്കിൽ ആദ്യം അവൻ പാപിയാണെന്ന് അവനോട് പറയേണ്ടി വരും. സ്നാനപ്പെടണമെന്ന് പറയാൻ ചിലപ്പോൾ നമ്മൾ മടിക്കും. നല്ല വേദികൾ ദൈവം ഒരുക്കി കൊടുക്കും കേട്ടോ ചില ഉപദേശിമാർക്ക്. പക്ഷേ ആ വേദിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് മീറ്റിങ്ങിൻ്റെ സംഘാടകൻ അടുക്കൽ വന്ന് പറയും, അയ്യോ ഇവിടുത്തെ ആൾക്കാർ ഒരു പ്രത്യേക തരക്കാരാണ്, അതുകൊണ്ട് സ്നാനത്തെക്കുറിച്ച് ഇവിടെ പ്രസംഗിക്കരുത്, കർത്താവിൻ്റെ വീണ്ടും വരവ് അതിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ നീ നാട്ടുകാരെ പേടിപ്പിക്കരുത് കേട്ടോ. ഈ സ്തോത്രകാഴ്ച ഇടുന്ന കാര്യത്തിൽ അവർക്കൊരു മടി ഉണ്ടാകാൻ ഇടയാകരുത് കേട്ടോ. സംഘാടകർ പറയുവാൻ തുടങ്ങും ഇടയാ. വീണ്ടും ഒരു വേദി കിട്ടേണ്ടതിന്, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പോക്കറ്റിനകത്ത് ഒരു കവർ കൃത്യമായി വരേണ്ടതിന്, ചിലപ്പോൾ ദൂതിനെ ഒന്ന് വളച്ചൊടിക്കുവാൻ അല്ലെങ്കിൽ പകുതി വിഴുങ്ങുവാൻ പലർക്കും പ്രവണതയുണ്ടാകും. നാഥാനെക്കുറിച്ച് ദൈവത്തിനൊരു ഉറപ്പുണ്ട്. പോകുന്നത് നാട് ഭരിക്കുന്ന രാജാവിൻ്റെ അടുക്കലേക്കാണെങ്കിലും ഞാൻ നൽകുന്ന ദൂതിൻ്റെ ഒരു കണിക പോലും അവൻ വിഴുങ്ങുകയില്ല. കൃത്യമായി ഞാൻ ഏൽപ്പിക്കുന്ന ദൂത് അവൻ അവിടെ ഹല്ലേലൂയ എത്തിക്കും. ആ ദാവീദിനോട് പറയും, ഉറപ്പുള്ള കാര്യം. ഞാൻ പറയട്ടെ, ഈ ദൂതൊക്കെ നമ്മളിങ്ങനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചുമതലയാകട്ടോ. ഇതൊരു ഭാഗ്യപദവിയാണ് സത്യം. പക്ഷേ അത് ആ ഭാഗ്യപദവിയോടൊപ്പം തന്നെ ഒരു വലിയ ചുമതലയുമുണ്ട്.
കാരണം എന്തെന്നറിയാമോ? ദൈവം ഏൽപ്പിക്കുന്ന ദൂത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെലിവറി, മനസ്സിലാകുന്നുണ്ടോ? ഇത് കൊണ്ടുപോയി നമ്മൾ അവന് കൊടുക്കുക എന്ന് പറയുന്ന ആ ഡെലിവറി, അതനുസരിച്ചിരിക്കും ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ട് അവിടെ കാണുമോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. അവൻ്റെ മാനസാന്തരം, അവൻ്റെ മനം തിരിഞ്ഞുള്ള മടങ്ങിവരവ്, ഇതൊക്കെ അനുസരിച്ചിരിക്കും നിത്യത അവൻ എവിടെ ചെലവഴിക്കുമെന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഏൽപ്പിച്ചൊരു ദൂത് അത് കൃത്യമായി പറയാതിരിക്കുന്നത് കൊണ്ട്, പകുതി വിഴുങ്ങുന്നത് കൊണ്ട് ഒരുവൻ്റെ നിത്യത അവൻ നരകത്തിൽ നിത്യമായി ചിലവഴിക്കേണ്ടി വന്നാൽ അയ്യോ എന്തൊരു കഷ്ടമായത് അല്ലേ? ഇതിൻ്റെ വെയിറ്റ് മനസ്സിലാക്കി വേണം ദൈവനാമത്തിൽ നമ്മൾ സംസാരിക്കുവാൻ. മുമ്പോട്ടൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കേട്ടോ, ഈ നാഥാനെ നമ്മൾ ശ്രദ്ധിക്കുവാൻ തകൊണ്ടും ഇടയാകുമ്പോൾ, അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, അവൻ തൻ്റെ ഭവനത്തിൽ നിന്ന് കൊട്ടാരം വരെ എത്തണമെങ്കിൽ കേട്ടോ, അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു വില കൊടുക്കണം കേട്ടോ. അന്നത്തെ കാലത്ത് ബസ്സില്ല, ടാക്സി ഇല്ല, ഓട്ടോറിക്ഷ ഇല്ല, വേണമെങ്കിൽ കഴുതപ്പുറത്ത് കയറാം. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് കഴുതയുമില്ലായിരിക്കും, നടക്കേണ്ടി വരും കേട്ടോ. ടാറിട്ട റോഡൊന്നുമല്ല, പക്ഷേ ഇവൻ മൈലുകൾ നടന്നായിരിക്കണം ദാവീദിൻ്റെ കൊട്ടാരത്തിൽ എത്തിപ്പറ്റേണ്ടുന്നത്. നടന്ന് വലഞ്ഞവിടെ ചെല്ലുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുമോ? നാരങ്ങ വെള്ളം കിട്ടുമോ? ഓ, അറിയത്തില്ല. സാധ്യത കൂടുതൽ എന്തിനാണ്? ദൂത് പറഞ്ഞു കഴിയുമ്പോൾ നല്ല ചുട്ട അടി കിട്ടാനാണ്. പക്ഷേ തൻ്റെ വീടെന്ന് പറയുന്ന കംഫർട്ട് സോൺ, അതിനെ വിടാൻ, മൈലുകൾ നടക്കുവാൻ, ക്ഷീണിക്കുവാൻ, വിശക്കുവാൻ, വെള്ളം കുടിക്കാതിരിക്കുവാൻ, ചിലപ്പോൾ അടി കൊള്ളാൻ ഒക്കെ അവൻ റെഡിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ഇങ്ങനെ പറയട്ടെ, യഥാർത്ഥമായി വേറൊരുത്തൻ യഥാസ്ഥാനപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അവൻ യഥാസ്ഥാനപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം നിവർത്തിയാകുവാൻ നിന്റെ മേലുള്ള നിയോഗം നിനക്ക് നിവർത്തിക്കണമെങ്കിൽ, ഞാൻ പറയട്ടെ, ഇതിന് ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഒരു വിലയുണ്ട്. ഒരാളോട് സുവിശേഷം പങ്കുവയ്ക്കണമെങ്കിൽ, അവൻ നശിച്ചു പോകാതിരിക്കാൻ ഒരു വില കൊടുക്കണമെങ്കിൽ, ഞാൻ പറയട്ടെ, അവൻ നശിച്ചു പോകാതിരിക്കാൻ ഒരു ദൂത് അവനെ അറിയിക്കണമെങ്കിൽ എന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നോട് പറയാം, ചിലപ്പോൾ അതിഥി സൽക്കാരത്തിനായി നീ നിന്റെ വീട് തുറക്കേണ്ടി വന്നേക്കാം കേട്ടോ. ചിലപ്പോൾ അവൻ്റെ ആവശ്യത്തിൽ ഉതകുവാൻ തക്കവണ്ണം നിന്റെ പേഴ്സ് തുറന്ന് കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അവനെ സഹായിപ്പാൻ തക്കവണ്ണം നീ വിയർത്ത് അധ്വാനിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ പട്ടുമെത്ത നിന്റെ വീട്ടിലുള്ളപ്പോഴും ഉറക്കളച്ചിരുന്ന് അവന് വേണ്ടി, അവൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം. സോ മെനി തിങ്സ് ലൈക്ക് ദിസ് കേട്ടോ. ഒത്തിരി പേര് ഈ വില കൊടുക്കുവാൻ മടിച്ചിട്ട് നിയോഗം ഏറ്റെടുക്കാതെ പോകും. പക്ഷേ നാഥാനെ കുറിച്ച് ഞാൻ ഈ വിധത്തിൽ പറയാം, അവൻ ദാവീദ് യഥാസ്ഥാനപ്പെടേണ്ടതിന് ആവശ്യമുള്ളതാ വില കൊടുക്കുവാൻ തയ്യാറുള്ളവനായിരുന്നു. ആൻഡ് ഗോഡ് ഫൗണ്ട് ദാറ്റ് പ്ലീസിങ് ഇൻ ഹിസ് ഐസ്. ദൈവത്തിന് അത് പ്രസാദകരമായി തോന്നുന്നു. അവസാനമായി ഇങ്ങനെ കൂടി ഞാൻ പറയാം, ദാവീദ് പാപം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എന്താ ഈ നിമിഷം വരെ അത് നാട് മുഴുവനും അറിയാഞ്ഞത് എന്ന് ചോദിച്ചാൽ, നാട്ടിലൊരു ചർച്ചാ വിഷയമാകാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകും, അധികാരമുള്ളവരുണ്ടല്ലോ അതിനെ ദുർവിനിയോഗം ചെയ്യുമ്പോൾ അവരുടെ രഹസ്യങ്ങൾ മൺമറഞ്ഞു പോകേണ്ടതിന് ഇതറിയാവുന്നവർ മൺമറയുവാൻ ഇടവരുത്തും. സൈന്യാധിപന്റെ അടുക്കിലേക്ക് ഊരിയാവിനെ കൊലപാതകത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആവശ്യമുള്ള ദൂത് കൊണ്ടുപോയവനെ ദാവീദ് തട്ടിക്കാണും. ബത്ശേബയെ തൻ്റെ അടുക്കലേക്ക് വിളിപ്പിച്ച ആ ദാസനെ ഇത്രയും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ നാഥാന് നിശ്ചയമായും കാണും കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിഷയം നാഥാന് അറിവായിരിക്കുന്നുവെന്ന് ദാവീദ് മനസ്സിലാക്കിയാൽ സാധ്യത എന്തിനാണെന്നറിയാമോ? നാഥാന്റെ തലയും പോകാനാണ്. പക്ഷേ ദൈവം ഈ വിഷയം അവന് അറിയിച്ചു കൊടുക്കുമ്പോൾ, ദാവീദിന്റെ അടുക്കലേക്ക് അവനെ അയക്കുമ്പോൾ, ദാവീദിനോട് അവൻ ചെന്ന് ഈ ദൂത് അറിയിക്കാം, മാനസാന്തരത്തിന് ഒരു ആഹ്വാനം കൊടുക്കാം എന്ന് ചിന്തിക്കുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ പറയട്ടെ, നാഥാൻ തീരുമാനിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ തല പോയാലും നിന്റെ ഇഷ്ടം നടക്കണം, എന്നെക്കുറിച്ചുള്ള നിന്റെ നിയോഗം അത് നിവർത്തിക്കപ്പെടണം, ദൈവജനം യഥാസ്ഥാനപ്പെടണം. ഒറ്റ വാക്കിൽ
ഇതെല്ലാം കൂടെ ചേർത്ത് എന്താണെന്ന് അറിയാമോ? ഹി വാസ് കമ്മിറ്റഡ്. അവൻ സമർപ്പിതനാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി, ദൈവ ഇഷ്ടം ചെയ്യേണ്ടതിന്, ദൈവവേലയ്ക്കായി അവൻ സമർപ്പിതനാണ്. നമ്മുടെ രക്ഷകൻ അവിധമായിരുന്നു കേട്ടോ. യേശു കർത്താവ് അവിധമായിരുന്നു. ഫിലിപ്പിയ ലേഖനം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ സ്വർഗത്തിൽ വസിക്കുന്നവനായിരുന്നു, സ്വർഗത്തിലെ ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു. പക്ഷേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി ഭൂമിയിലേക്ക് അവൻ വന്നു. തൻ്റെ സൃഷ്ടികൾക്ക് സമനായി മാനവാവതാരം ചെയ്തു. ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായിരുന്നു. അതെ, that was why he could do what he did. അതുകൊണ്ട് അവൻ ചെയ്തത് അവന് ചെയ്യുവാൻ കഴിഞ്ഞത്. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 2:21 നമ്മളോട് പറഞ്ഞു, ക്രിസ്തു ഉണ്ടല്ലോ തൻ്റെ ഐഹിക ജീവകാലത്ത് ചെയ്തതെല്ലാം നമ്മൾ അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരേണ്ടതിന് ഒരു മാതൃകയായി വെച്ചേച്ചു പോയി. അർത്ഥം എന്താണ്? നമ്മളും അവിധമായിരിക്കണം. മരണം മുമ്പിൽ വന്നാലും ലോർഡ് നിന്റെ ഇഷ്ടം നടക്കണം, നിനക്ക് എന്നെക്കുറിച്ചുള്ള നിയോഗം അത് നിവർത്തിയാകണം, ഇതാകണം നമ്മുടെ തീരുമാനം. എളുപ്പമുള്ളൊരു കാര്യമാണോ ഇത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയട്ടെ. എനിക്ക് മരണം പേടിയാ, അടി പേടിയാ, വേദനിക്കാൻ പേടിയാ, തെറി പറച്ചിൽ കേൾക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. പക്ഷേ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ നിന്റെ ഇഷ്ടം എന്നെ ഇவ்விധം എന്തെങ്കിലും ഒരു അനുഭവത്തിലൂടെ കയറ്റിയിറക്കുവാനുള്ളതാണെങ്കിൽ അതിനാവശ്യമുള്ള കൃപ നീ എനിക്ക് തരണമേ. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ? അല്പാൽപമായി ഓരോ ദിവസവും കർത്താവ് നമുക്ക് ഒരു ഉറപ്പ് തരും. മരണം ഒരവസാനമല്ല, നിത്യജീവിതത്തിൻ്റെ ഒരു ആരംഭമാണ്. മരണം വെറും ഒരു കവാടമാണ്. ഇതിലൂടെ നമ്മൾ കാലെടുത്ത് വെക്കുന്നത് നിത്യതയുടെ തുറമുഖത്തേക്കാണ്. കർത്താവിനായി ജീവിച്ച് കർത്താവിന് വേണ്ടി മരിച്ചാൽ, ഞാൻ ഇങ്ങനെ പറയട്ടെ, രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലായി ക്രിസ്തുവിന് വേണ്ടി ഇഹത്തിൽ ജീവിച്ച് ക്രിസ്തുവിൽ നമ്മൾ മരിച്ചാൽ ആ നിത്യത നരകത്തിലല്ല നമ്മൾ ചിലവഴിക്കുവാൻ പോകുന്നത്, സ്വർഗരാജ്യത്തിലാണ്. അങ്ങനെ അവിടെ എത്തിപ്പറ്റിയാൽ ഞാൻ പറയട്ടെ, നാഥൻ നമ്മളെ അടുക്കൽ വിളിച്ചിട്ട് നമ്മളോട് പറയും, 70 അല്ലെങ്കിൽ 80 സംവത്സരത്തിൻ്റെ നമ്മുടെ ആയുഷ്കാലത്തിൽ നൽകപ്പെട്ട അല്പങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരുന്നത് കൊണ്ട് നിത്യതയിൽ നമ്മളെ അധികത്തിന് അവൻ വിചാരകന്മാരാക്കുവാൻ പോവുകയാണ്. വരിക നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് അവൻ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ തലമേൽ പ്രതിഫലത്തിൻ്റെ ഒരു കിരീടം വെച്ച് തന്ന നാഥൻ നമ്മളെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇതാണ് നമുക്കുള്ള പ്രത്യാശ. ഇവിടെ ചിലപ്പോൾ അടി കിട്ടും, ചിലപ്പോൾ തെറി കേൾക്കും, ചിലപ്പം തള്ളപ്പെടും, ചിലപ്പോൾ അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ മധ്യേ പൗലോസ് അപ്പോസ്തലൻ പ്രാപിച്ച വെളിപ്പാട്, അവൻ തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ ഹൃദയപലകമേൽ എഴുതി തന്നാൽ നമ്മൾ പറയും, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കാരണം എന്താ? ഇവയൊക്കെയും നിത്യഘനമുള്ള ചിലത് നമുക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിക്ഷേപം അവിടെ ആകേണ്ടത്, നമ്മുടെ ഹൃദയം അവിടെ വെച്ചുകൊണ്ട് നമ്മൾ കർത്താവിനായി മുന്നേറുവാൻ തക്കവണ്ണം ഇടയാകും. ഇതാകട്ടെ നമ്മുടെയും സമർപ്പണം. ഒരു വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക കേട്ടോ. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് ഇவ்விധത്തിൽ പറയാം. യഥാർത്ഥമായി ദൈവം എൻ്റെ ഉള്ളത്തിൽ സംസാരിക്കുന്നു. ഈ 2020 ദൈവം ചില നാഥാന്മാരെ നോക്കുകയാണ്, തിരയുകയാണ്. ആ നാഥാൻ നീ ആകുമോ? കർത്താവ് നിന്നെ നോക്കി ചോദിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഹി വാസ് നോട്ട് എ റാൻഡം ചോയ്സ് കേട്ടോ. വേറെ ആരെയും കിട്ടാത്തത് കൊണ്ട് ദൈവം നാഥാനെ വിളിച്ചതല്ല. കുറേ പേരുടെ മേൽ നിന്ന് ഇങ്ങനെ അക്കുത്തിക്കുത്താന് അങ്ങനെ കിട്ടിയതല്ല. നോ, ഹി വാസ് ഇൻ എ റാൻഡം ചോയ്സ്. ദൈവം ഇങ്ങനെ നോക്കിയപ്പോൾ കൂട്ടത്തിൽ കൊള്ളാകുന്നവനായി കണ്ട് നാഥാന്റെ മേൽ വിരൽ വെച്ചതാണ്. പുതു നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളെ വിശ്വസ്തരം നെണ്ണി ദൈവം ഒരു ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. അவ்விധം ഒരു വിശ്വസ്തത നിന്നിൽ കാണാൻ ദൈവത്തിന് പറ്റട്ടെ. 6 കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചിന്തയ്ക്ക് വിധേയപ്പെടുത്തി. ഈ ചിന്ത ശരിയായിരുന്നു എന്ന് ധ്യാനിച്ച് ഞാൻ പറയട്ടെ, ദൈവം മുമ്പാകെ ഒരു സമർപ്പണം എടുക്കുക. എന്നിട്ട് എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഒരഭിഷേകം നിനക്കായി കാത്തിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്നേഹമുള്ള കർത്താവേ, എന്നെ ഈ നേരം വരെ കേൾക്കുവാൻ തക്കവണ്ണം അങ്ങ് പ്രേരിപ്പിച്ച, അങ്ങ് കൊണ്ടുവന്നിരുത്തിയ ഈ സഹോദരനായി, ഈ സഹോദരിക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്.
ലോകത്തിലുള്ള 703 കോടി ജനം, അവരെല്ലാവരും ഇന്ന് ഈ ദൂത് കേട്ടിട്ടില്ല ലോർഡ്. പക്ഷേ അങ്ങ് കണ്ട, അങ്ങൊരു നിയോഗം നൽകുവാൻ ആഗ്രഹിച്ച, അങ്ങ് പ്രയോജനപ്പെടുത്തുവാൻ നിർണയിച്ചിരിക്കുന്ന ഈ വ്യക്തിയെ അങ്ങ് കാണിച്ചു, ഈ ദൂത് കേൾപ്പിച്ചു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ലോർഡ്. ഹല്ലേലൂയ. അതിന് തക്കവണ്ണമുള്ള ഒരു അഭിഷേകം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ മേൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുക കർത്താവേ. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിച്ചു വരട്ടെ എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈ പ്രാർത്ഥന നടക്കുന്ന മാത്രയിൽ തന്നെ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ കരം ഈ വ്യക്തിയുടെ മേൽ വെക്കണം. അവരുള്ള ആ വരങ്ങൾ ജ്വലിച്ചു വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇടയാക്കണം. ദർശനങ്ങൾ അത് തുറന്നു വരട്ടെ, പ്രവചനവരം അത് തുറന്നു വരട്ടെ, ജ്വലിച്ചു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അനേകരെ കുറിച്ചുള്ള ദൂതുകൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഈ വ്യക്തിക്ക് കൈമാറ്റം ചെയ്യുമാറാകണം. അങ്ങ് ആഗ്രഹിക്കും വിധം അത് കൈകാര്യം ചെയ്ത് സഹോദരനെ സഹോദരി യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തോടെ അവർ ഈ ദൂതിനെ കൈകാര്യം ചെയ്ത് അനേകർ കഥാവെ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് അങ്ങയിലേക്ക് മടങ്ങി വരുന്നത് കണ്ട് സന്തോഷിപ്പാൻ മുമ്പോട്ടുള്ള ഈ നാളുകളിൽ ഇടയാകട്ടെ. നസ്രയനേ, അങ്ങയുടെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ ഞാനിത് കരമുയർത്തി ഈ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവാനുഗ്രഹവും ദൈവകൃപയും സന്തോഷവും സമാധാനവും സമൃദ്ധിയും അങ്ങയുടെ കരങ്ങളുടെ സംരക്ഷണയും എപ്പോഴും അവരോട് കൂടെ ഇരിക്കട്ടെ. ഐശ്വര്യമായി അനുഗ്രഹിക്കണം, ഏറെ പ്രയോജനപ്പെടുത്തണം. ശ്രേഷ്ഠരുടെ പട്ടികയിൽ സ്വർരാജ്യത്തിൽ തിരുമുമ്പിൽ നിൽക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകി കൊടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചെലവഴിച്ച ഈ സമയം താങ്കൾക്ക് അനുഗ്രഹപ്രദമായ ഒരു അനുഭവമായിരുന്നുവെന്ന് വിശ്വസിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിച്ചാലും അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും ഒത്തുചേരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.